ശംശായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ ബലിയാത്മാക്കളെ ശക്തമായ ഉപകരണങ്ങളായിട്ട് എങ്ങനെ മാറ്റുന്നു എന്നതിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ കണ്ടത് കർത്താവ് നമ്മുടെ പങ്കായ സ്വയം സമർപ്പണവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടുള്ള വിധേയപ്പെടലും, ഇതാണ് വൾത്തോർത്തായുടെ ജീവിതത്തിൽ നടന്നത്. അടുത്ത പടി ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്കൊരു പക്ഷേ അധൂർത്തുപുത്രൻ്റെ ഉപമയിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. അവൻ പന്നിക്കൂട്ടിലായിരുന്നപ്പോൾ അവന് സുബോധം കിട്ടി. ഈ സുബോധമാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കുള്ള നമ്മുടെ വിളി. അവനതിനെ പൂർണ്ണമായി വിധേയപ്പെട്ടപ്പോൾ പിതാവിലേക്കുള്ള ഒരു യാത്രയായി മാറി. പിതാവ് അവന് വേണ്ടി വിലപിടിപ്പുള്ള വസ്ത്രവും മോതിരവും കാലിലിടാൻ ചെരുപ്പും ആ കാളക്കുട്ടിയെയും എല്ലാം സജ്ജമാക്കുകയായിരുന്നു. അതുപോലെ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള തൻ്റെ ഈ അന്വേഷണത്തിന് വേണ്ടി ഒരു 11 മാസത്തോളം ഒരു ഗുഹയിലായിരുന്നു. അദ്ദേഹം തനിക്ക് സ്വയം ഭ്രാന്ത് പിടിച്ചോ എന്ന് പോലും പേടിച്ച ഒരവസരം. ഇതിനെ നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം 4:17-18 പറയുന്നതിനോട് ഉപമിക്കാം. അവിടെ പറയുന്നു, ആദ്യം അവൾ ക്ലിഷ്ടമാർഗത്തിൽ കൂടി അവനെ നടത്തും, അവൻ്റെ വിശ്വാസവും എല്ലാം പരീക്ഷിക്കും, അതിനുശേഷം നേർവഴി കാട്ടി എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ഇതുതന്നെയാണ് ഇഗ്നേഷ്യസ് ലോയോളയുടെ ജീവിതത്തിലും വാൾത്തോർത്തായുടെ ജീവിതത്തിലും എല്ലാം നടക്കുന്നത്. അതിനോട് പൂർണ്ണമായി സഹകരിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആ ജ്ഞാനം, അറിവ്, വിവേകം ഇതെല്ലാം അവരിലേക്ക് ദർശനങ്ങളിൽ കൂടി, അറിവിൽ കൂടി. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ സുബോധത്തിന് പകരം അതിന് തടസ്സമായിട്ടുള്ള സ്വബോധം, സ്വന്തമായിട്ടുള്ള ആ അറിവ്, അപ്പം അത് മാറ്റിക്കളയുമ്പോഴാണ് ഈ സുബോധത്തിന് നമ്മൾ പൂർണ്ണമായി വിധേയപ്പെടുന്നത്. മരി വാൾത്തോർത്തായുടെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ, ഈ സ്നേഹം, ഉന്നതമായ മാനുഷിക സ്നേഹം പോലും ദൈവസ്നേഹത്തിലേക്ക് ദൈവം എങ്ങനെ പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം. അവൾക്ക് റോബർട്ട് എന്ന ഒരു യുവാവുമായിട്ട് സ്നേഹബന്ധത്തിലായി. അദ്ദേഹം ധനികനും സുന്ദരനും നീതിനിഷ്ഠയിലുമെല്ലാം ഉന്നതനായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചു, പരസ്പരം വളർന്നു. എങ്കിലും അവളുടെ അമ്മ ആ സ്നേഹബന്ധത്തിന് തടസ്സമായി നിന്നു. അവളുടെ ഇടപെടൽ കൂടി അതിനെ മാറ്റിക്കളഞ്ഞു. അതിനുശേഷം 9 വർഷങ്ങൾക്ക് ശേഷം അവൾ മാരിയോ എന്നൊരു യുവാവിനെ സ്നേഹിച്ചു. മാരിയോയ്ക്ക് അമ്മയില്ലായിരുന്നു. ആ ദുഃഖം മരിയയുമായുള്ള ബന്ധത്തിൽ കൂടി മാറുകയായിരുന്നു. അവരും സ്നേഹത്തിൽ വളർന്നു. വിവാഹ വാഗ്ദാനത്തിൽ വരെ എത്തിയ ആ ബന്ധവും അമ്മ തന്നെ തൻ്റെ പ്രവൃത്തികളാൽ നശിപ്പിച്ചു കളഞ്ഞു. 1931 അവൾ പൂർണ്ണമായിട്ട് ദാരിദ്ര്യത്തിനും അനുസരണത്തിനും കന്യാവ്രതത്തിനും പൂർണ്ണമായി വിധേയപ്പെടുകയായിരുന്നു. അവൾ അതിനുശേഷം ഓരോ ദിവസവും അത് ആവർത്തിച്ചിരുന്നു. ഒരിക്കൽ അവളുടെ 37-ാമത്തെ വയസ്സിൽ അമ്മയുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ച യുവാവ് അവളെ പുറകിൽ നിന്ന് കമ്പിവടി കൊണ്ട് അടിച്ചു.
അവളുടെ ജീവിതത്തിലെ രോഗത്തിൻ്റെയും ആ കിടപ്പിൻ്റെയും എല്ലാം തുടക്കം അവിടെയായിരുന്നു. 3 മാസത്തോളവും അവൾ ബെഡിലായിരുന്നെങ്കിലും അതിൽ നിന്ന് അവൾ പ്രവൃത്തിയിലേക്ക് വന്നെങ്കിലും പിന്നീട് അവൾ പൂർണ്ണമായി ബെഡിൽ തന്നെയാണ് ആശ്രയം കണ്ടെത്തിയത്. അവളുടെ ജീവിതത്തിലെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് അവളിലുള്ള ആ കലാകാരി എഴുത്തുകാരിയെയും മിസ്റ്റിക് എന്നുള്ള അവളുടെ ആ വലിയ ഗുണത്തെയും ദൈവം എങ്ങനെ പരിപോഷിപ്പിച്ചു എന്ന് നമുക്ക് കാണാം.